ലോകത്തിന്റെ നായകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ഇഖ്വാനി. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്നെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ് വമൻ യഖ്വാനുക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് അവിടുത്തെ യഖ്വാൻ? അലൈസഹും നഹ്നു, അത് ഞങ്ങളല്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ലോകത്തിന് മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചക പുങ്കവന് പറയുകയാണ്, ലാ ലാ, നിങ്ങളല്ല സാബ, നിങ്ങളല്ല സാബ, നിങ്ങളല്ല എന്റെ യഖ്വാൻ, നിങ്ങളല്ല എന്റെ യഖ്വാൻ, അൻതും സ്വഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ സഹപാഠികളാണ്. പിന്നെ ആരാണ് എന്റെ യഖ്വാൻ എന്നറിയുമോ? അല്ലദീന യതമന്നാ മിൻ ബഅദി ലൗ യറാനി ബിഅഹ്ലിഹി വമാലിഹി. ഈ ദുനിയാവിൽ 60-70 വയസ്സ് വരെ ജീവിച്ചാലും എനിക്ക് ശേഷം ഒരു സമൂഹം കടന്നു വരാറുണ്ട്. ആ സമുദായത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയുമോ? അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ നൽകിയിരിക്കുന്ന സമ്പാദ്യവും കുടുംബവും മുഴുവനും ഒന്നൊഴിവാക്കിയിട്ടെങ്കിലും നിന്നെയൊന്ന് കണ്ടാൽ മതി അല്ലാ. അങ്ങനെ പറയുന്നതായ, അങ്ങനെ കരുതുന്നതായ പാവപ്പെട്ടവരാകുന്ന മുഅ്മിനീകളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കോടാനുകോടി സ്വലാത്ത് ചൊല്ലി ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണാൻ കൊതിക്കുന്നതായ പാവപ്പെട്ട സാലിഹീങ്ങളുണ്ട്, സാബാ സാലിഹത്തുകളുണ്ട്, സാബാ വഹും യഖ്വാനി, അവരാണ് എന്റെ സഹോദരങ്ങളെന്ന് ഹബീബായ റസൂലുള്ളാഹി.